എറണാകുളം വടക്കൻ പറവൂരിൽ 3.5 വയസ്സുകാരിക്ക് നേരെ തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായി. കുട്ടിയുടെ ചെവി തെരുവ് നായ കടിച്ചു മുറിച്ചു. നായയെ ചത്തനിലയിൽ പിന്നീട് കണ്ടെത്തി. ഞങ്ങളുടെ രാമംകുളം അമ്പലത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു കളിസ്ഥലമുണ്ട് ഞങ്ങൾക്ക്. അവിടുന്ന് കളിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ്റെ കൊച്ചുണ്ടായിരുന്നു. അവിടെ പെട്ടെന്ന് ഒരു 3 പട്ടി ചാടി വന്നിട്ട് അതിനകത്ത് ഒരു പട്ടി കൊച്ചിന്റെ ചെവിടത്തേര് കടിച്ചു പിടിച്ച് കൊച്ചിനെ മറിച്ചിട്ട് ഞങ്ങൾ കണ്ട് അപ്പം തന്നെ ഓടിച്ചെന്നപ്പോഴും ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത്രയും മുറിവ് പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചോളം പീസാണ് കൊച്ചിന്റെ ചെവി അടർന്നു പോയേക്കണത്. പട്ടിയുടെ കമ്മീഷന്മാരുണ്ട്, പട്ടീനെ സംരക്ഷിക്കുന്ന ആൾക്കാരുണ്ട്, പട്ടീനെ തൊടാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? കൊച്ചിന്റെ ചെവിട്ടിൽ 5 ഇഞ്ചക്ഷൻ നേരിട്ട് വെക്കണ കണ്ടതാണ് ഞാൻ. അത്രയും വിഷമം കൊണ്ടാണ് ഈ പറയണത്. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് ശ്രീലക്ഷ്മി ബി പിള്ള തത്സമയം ചേരുകയാണ്. ശ്രീലക്ഷ്മി, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. പറയൂ വിവരങ്ങൾ. ഇന്ന് 4:30യോടെയാണ് കുട്ടിയെ തെരുവുനായ ആക്രമിക്കുന്നത്. 3.5 വയസ്സുള്ള കുഞ്ഞിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. കുഞ്ഞിന്റെ ചെവി തെരുവുനായയുടെ ആക്രമണത്തിൽ ചെവി അടർന്നു വീഴുകയുണ്ടായി. കുഞ്ഞിനെ ആദ്യം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കായിരുന്നു മാറ്റിയത്. എന്നാൽ അവിടെ നിന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി ഇപ്പോൾ മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കുഞ്ഞിന്റെ ചെവിയിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടിയാണ് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത്. തെരുവുനായ ഇപ്പോൾ ചത്ത വിവരമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പേവിഷബാധ, തെരുവുനായക്ക് പേവിഷബാധ ഉണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. അതിനായി നാളെ തെരുവുനായയെ പോസ്റ്റ്മോർട്ടത്തിനായി മണ്ണുത്തിയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കൾ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. എന്താണ് ചേട്ടാ ശരിക്കും സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരം 3-3:30 സമയത്ത് ഞങ്ങൾ പിള്ളേരുകൾ കളിക്കുന്ന സ്ഥലമുണ്ട്, രാമംകുളം അമ്പലത്തിന്റെ തൊട്ട് സൈഡിൽ തന്നെ. ഞങ്ങൾ കളിക്കുന്ന സമയത്ത് ഈ മിറാഷിന്റെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. കളിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു പ്രകോപനം ഇല്ലാണ്ടാണ് പട്ടി ഓടി വന്ന് കൊച്ചിനെ കയറി കടിച്ചതും കുട്ടീനെ നിലത്ത് വീഴ്ത്തി. അപ്പൊ തന്നെ പട്ടി ഓടിപ്പോയി. ഞങ്ങൾ ഓടിച്ചെന്ന് കുട്ടീനെ എടുത്തപ്പോഴാണ് കാണുന്നത് ചെവിയുടെ ഒരു പീസ് ഇല്ല, 1 ഇഞ്ചോളം ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് പോയി. പട്ടിയുടെ കടിച്ചു പോയെന്നാണ് വിചാരിച്ചത്. പക്ഷെ അപ്പം തന്നെ ഞങ്ങൾ പറവൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചെന്ന് ഫസ്റ്റ് വാക്സിൻ എടുത്ത് അവിടുന്ന് അവർ പറഞ്ഞ് ഇവിടെ മെയിൻ വാക്സിൻ ഇല്ല, അപ്പോൾ മുറിഞ്ഞ സ്ഥലത്ത് കടിച്ച സ്ഥലത്ത് ഇഞ്ചക്ഷൻ വെക്കണേ കളമശ്ശേരി കൊണ്ടുവച്ചല്ലാന്ന് പറഞ്ഞു. അവിടെ ചെന്ന് മെയിനായിട്ടുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്ത് അപ്പോൾ അവർ പറഞ്ഞ് അവിടെയും പ്ലാസ്റ്റിക് സർജറി ഇല്ല. അപ്പം നേരെ അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്കാണ് റെഫർ ചെയ്തത്. അവിടെ ഇപ്പം സ്ഥിരമായിട്ട് ഇങ്ങനെ തെരുവുനായാക്രമണം നടക്കാറുണ്ടോ? അതായത് ഇപ്പൊ കുറച്ച് നാളായിട്ട് അവിടെ തെരുവുനായകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതിനുപരി കുറുനരികളും ഉണ്ട്. ശ്രീലക്ഷ്മി പിള്ളയാണ് കൊച്ചി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നാലും വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് നടന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.